ആ പറക്കണ പരുത്തുണ്ടല്ലോ, ഈ അപകടം പിടിച്ച തെങ്ങ് ഇതാ ഇങ്ങനെ ഡേഞ്ചറായിട്ട് ഇങ്ങനെ ആ തെങ്ങിൻ്റെ മുകളിൽ കയറുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്, നിങ്ങളൊന്ന് അറിയാനാണ്. ആ പരുന്തിൻ്റെ തലമ വന്നിട്ട് അയിമ കയറിയപ്പോൾ അവിടെ തെങ്ങുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആ പരുന്ത് വന്നിട്ട് ആക്രമിച്ച അതിൻ്റെ കൂടുണ്ട്. സംസുക ഈ വീഡിയോ ഒന്ന് എടുക്കണം കേട്ടോ, ജസ്റ്റ് ഒന്ന് അവർക്കൊന്ന് നമ്മളെ ഇതൊക്കെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി എന്നുള്ളത്. ആ പറക്കണ പരുന്ത് ഇതാ എവിടെ ഇതാ ഇനി കൂടി നീട്ടി കൊണ്ടാണ്, അത് 3 മിനിറ്റുള്ളിൽ നിർത്തണം. അപ്പം നിങ്ങൾ എങ്ങനെ കയറി നിങ്ങൾ ഇത് പിടിക്കും. പടച്ചോനെ എത്ര ഇടങ്ങേറൊടിച്ച് തെങ്ങുമേ കയറണം മാനു, കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. മാനു അവിടെ ഒരു പൊട്ടുണ്ട്, കേടിട്ടോ നോക്ക് തെങ്ങ്. ആ കേടുണ്ടാ നോക്ക്. എന്താ ചെയ്യാ? എന്തേ കേറണ്ട, അത് ഡേഞ്ചറാണ്. അത് നോക്ക്, നിനക്കറിയാലോ. ഇത് തെങ്ങ് അങ്ങോട്ട് പോകും തോറും താന്ന് വരെയാണ്, ഡേഞ്ചറാണ്. പരുന്തും മഞ്ഞുണ്ട് അതിൻ്റെ ഇടക്ക്. പരുന്തേൻ്റെ ആളെങ്ങനെ എത്തി അച്ചോന്? അതും വലിയ തെങ്ങ്, വളഞ്ഞു കൂടിയിരിക്കുന്ന തെങ്ങ്. ഹലോ മാനു, പരുന്ത് തന്നെ. ആള് തെങ്ങിൻ്റെ മുകളിലെത്തി, പണി ആരംഭിക്കുകയാണ്. തെങ്ങുമ്പലത്തെ रस्सी छोड़ दो, रस्सी पकड़ने का नहीं भैया, तो क्या हुआ मालूम है, वो झाड़ थोड़ा नीचे आ जाएगा, इसके लिए മൂപ്പർ ഒറ്റയ്ക്ക് തന്നെ കയറ് പിടിച്ച് ഇറക്കുകയാണ്. കാരണം അത് കയറിന് ബലം കൊണ്ടാൽ തെങ്ങിങ്ങനെ ആടും. അങ്ങനെ കണ്ട ഞാൻ ആ തെങ്ങിൻ്റെ മുകളിൽ കയറി, നിങ്ങൾ കണ്ടോ ഇല്ല എന്നൊക്കെ അറിയില്ല. കാരണം തെങ്ങിൻ്റെ ഹൈറ്റ് കണ്ട നിങ്ങൾ സംസുക വീഡിയോ എടുത്തായിരുന്നേ. അല്ല പരുന്തിനെ പേടിച്ചിട്ടേ ഇതിൻ്റെ കൊമ്പുണ്ടല്ലോ, ഇതും പിന്നെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത്. പക്ഷെ അള്ളാൻ്റെ വേണ്ടുകൊണ്ട് പരുന്ത് ആ തെങ്ങിൻ്റെ മുകളിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ കൂടൊക്കെ പോയതിന് ശേഷം പരുന്ത് പിന്നെ ആക്രമിക്കാൻ വന്നില്ല. സത്യം പറയുമ്പോഴാണ് പൈസ ഇൻ്റർനെറ്റിൽ കൂടെ പൈസ ചാടുക. അങ്ങനെ ആ തെങ്ങ് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കേട് വന്നിക്കണേ. നല്ല ഹൈറ്റുള്ള തെങ്ങാണ്, നല്ല വെയിറ്റ് ഉണ്ടാവുക, കാരണം നല്ല ഇതുള്ള തെങ്ങാണ്. അപ്പം എന്നോട് പണ്ട് തെങ്ങേറ്റക്കാരെ 8 കൊല്ലം മുന്നേ, 8 കൊല്ലം 5 കൊല്ലം 4 കൊല്ലം മുന്നേ ഇത്ര ഇതായി. ഓനിൻ്റെ അടുത്ത് ഒരുപാട് കൊല്ലം ഉണ്ടായിരുന്നു, മറാഠിക്കാരനാണ്, ജഗദീഷ് പാട്ടീൽ എന്ന് പറയും. അപ്പോൾ ഓനോട് പറഞ്ഞ് ആ തെങ്ങിൻ്റെ മുകളിൽ ആ തെങ്ങിൻ്റെ മുകളിൽ ഇനി കയറൊന്നും ചെയ്യരുതിട്ടാ ഓൻ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അതിന് ശേഷം ഞാൻ 5-8 തവണ അതിന്മേൽ കയറിയിട്ടുണ്ട്. ഓൻ നല്ല തെങ്ങേറ്റക്കാരനാണ്. പക്ഷേ എനിക്ക് അത്രാണ്ട് മനസ്സിനുള്ളിൽ സംഭവം കേടുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് മനസ്സ്. പറഞ്ഞു കയറിക്കോ, ഇനി ശ്രദ്ധിക്കണം കേട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആരോ പറഞ്ഞ പോലെ മനസ്സിൽ തോന്നും. അപ്പം ഞാൻ ഏത് കേടുന്നത് എടുക്കുന്ന തെങ്ങിൻ്റെ മുകളിൽ. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ അടുത്ത് കാണുള്ളൂ. യൂട്യൂബിലിപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ളൂ. എൻ്റെ കുട്ടികളൊക്കെ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലും എൻ്റെ മാനു ഫ്രണ്ട്സ് എന്ന ഒരു ഗ്രൂപ്പുണ്ട്. സർവ്വ ആൾക്കാരുണ്ട്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഏത് മതക്കാരും ഒറ്റ ഗ്രൂപ്പാണ് എനിക്ക്. മുസ്ലിങ്ങൾക്കൊരു ഗ്രൂപ്പ്, ഹിന്ദുക്കൾക്കൊരു ഗ്രൂപ്പ്. ആ പരിപാടി നിന്നെ കിട്ടില്ല. എൻ്റെ മനസ്സിലെന്തോ അതാണ് അതിൻ്റെ. ഞാൻ ഒരൊറ്റ ഒരാളാണ്. കാരണം വെച്ചാൽ ഞാൻ ആ ഗ്രൂപ്പിൽ, മാനു ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പിൽ എല്ലാ മതക്കാരെയും പിടിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പഠിച്ചിട്ടുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളൊന്നും, ബീരങ്കി വെച്ച് കുത്തുന്ന പരിപാടിയൊന്നും അതിൽക്ക് ഇടണ്ട. അതുപോലെ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് അതൊന്നും ആയിരിക്കും വേണ്ട. ഞാൻ അതിൻ്റെ ആളല്ല.
എനിക്ക് അതിനെപ്പറ്റി അറിയും ചെയ്യില്ല. ഞാനിവിടെ റൂട്ടും അലഞ്ഞിരിഞ്ഞ് വളർന്ന ഒരാളാണ്. എന്താണ് കോൺഗ്രസ്, എന്താണ് BJP, എന്താണ് RSS, എന്താണ് എല്ലാവരും RSS വെച്ചാൽ ഞാൻ പക്ക RSS ആണ്. മുസ്ലിം ലീഗ് പക്ക മുസ്ലിം ലീഗാണ്. സുന്നിയ പക്ക സുന്നിയാണ്. ഷിയാണോ പക്ക ഷിയാണെന്ന് അറിയും. മുജാഹിദാണോ പറയുന്ന വേണ്ട. മുജാഹിദ എവിടെ ഞാൻ ഉണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് നിൽക്കുന്നുണ്ടോ അതിനെപ്പറ്റി വല്ലതും അറിയാം. ഞാൻ ആ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കലില്ല. അവനാ നയിച്ചുണ്ടാക്കി അവനെനിക്ക് കിട്ടും. പിന്നാലെ മറ്റുള്ളവരെ പിന്നാലെ നടന്ന അവർ കായുണ്ടാക്കി പോകുമെന്നല്ലാതെ നമ്മൾ കൊടിയും പിടിച്ചിട്ട് നടക്കേണ്ടില്ല. അതിനൊന്നും പിന്നെ കിട്ടൂല. അപ്പോൾ എന്താ ഞാൻ പറയാൻ പോയത്? അപ്പോൾ ഓനോട് പറഞ്ഞേ അയ്യമ്മ കയറണ്ടട്ടാറിന്. ഞാൻ കയറലുണ്ട് ഇതുവരെക്കും. ഇപ്പോൾ ഇന്നും കയറി. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇന്നിപ്പോൾ എത്രാം തീയതി 9-ാം തീയതിക്കത്തെ വീഡിയോ ആണ്. അതും ഇവിടെ ഇന്നലെ പോയിട്ട് ആ തെങ്ങുമക്കി കയറിയിട്ട് വയ്യാതായി. അങ്ങനെ പിന്നെ ഇന്ന് ബാക്കി ഒരു 3-4 തെങ്ങ് ഇവിടെ ഉണ്ട്. ഒന്നും കൂടി അവിടെ കയറാനുണ്ട്. ആ കാണുന്നു. അപ്പോൾ നമുക്ക് പടച്ചോൻ്റെ കാവലുണ്ട് ഇതുവരെക്കും. അപ്പോൾ ഞാനെന്ത് വെച്ചാൽ അങ്ങനെ അഹങ്കാരം കൂട്ടി കയറുകയല്ല. കാരണം എന്ന് വെച്ചാൽ എന്താ അറിയോ, ഒരുപാട് ജനങ്ങൾ നടന്നു പോണ വഴിയാണ്. ചിലപ്പോൾ ആ ഒണിഞ്ഞ് നിൽക്കുന്ന തേങ്ങ വീണാൽ മതി ഒരു മനുഷ്യൻ്റെ ജീവൻ പോകാൻ. അപ്പോൾ ഇതിൻ്റെ കാരണം കൊണ്ട് ചിലപ്പോൾ ആ മനുഷ്യൻ്റെ റൂഹ് പോകാണ്ട് മുന്നേ ഞാൻ തന്നെ അതിമ്മ പോയിട്ട് ഇനിയിപ്പോൾ എൻ്റെ റൂഹ് പോയാലും മടിയില്ല. ഞാനവിടെ പോയിട്ട് പറിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം വരില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. കാരണം വെച്ചാൽ നിങ്ങൾ നോക്കണം, ആ തെങ്ങിൻ്റെ മുകളിൽ 10, 50, 60, 70 തേങ്ങ ഇളനീനെ കൂടെ നിറഞ്ഞിരിക്കുക. അങ്ങനെ പോകണം. ഇപ്പോൾ കംപ്ലീറ്റ് ഇനി ഇവിടെ കാണപ്പോൾ ഇനി 4 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കാണണം. ഇവിടെ ആൾക്കാർ ജനങ്ങളും കാറൊക്കെ നിർത്തിയിട്ട് ആ ജനങ്ങളെ മുന്നിൽ തലമക്ക് തേങ്ങ വീണാൽ പിന്നെ എന്തിനാണ്? അതിന് നല്ലത് പടച്ചോൻ്റെ കാവലുണ്ടെങ്കിൽ അവിടെ കയറി തന്നെ. പിന്നെ എന്താണ്, ഭാര്യക്കും മക്കൾക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് ആയുസ്സുണ്ടാവും. അതിൽ എൻ്റെ പെണ്ണുങ്ങൾ തെറ്റ് ചെയ്യണ ഒരു പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ റൂമിനോട് കടന്നു പിടിക്കും. ഓള് നിസ്കരിച്ചിട്ടും പടച്ചോനോട് ഈ ഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഓളെയും കുട്ടികളെ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പടച്ചോനക്ക് ആയുസ് നീട്ടിത്തരും. അല്ല എൻ്റെ ഭാര്യ ശരിയല്ല, എൻ്റെ കുട്ടികൾ ശരിയല്ല, എന്നാൽ അള്ളാഹ് പറിച്ചുകൊണ്ട് പോരാന്ന്. അപ്പോൾ ഞാനവിടെ പോകും. ഞാൻ അതിനെ ഭയപ്പെടാത്ത ഒരാളാണ്. ഞാൻ മരണത്തെ ഭയപ്പെടാച്ച ഏത് തെങ്ങിൻ്റെ മുകളിൽ ഞാൻ കയറൂല. പക്ഷേ എനിക്ക് അള്ളാഹ് കണക്ക് നമ്മൾ മരിക്കുന്നത് വരെക്കും തെറ്റ് ചെയ്യാതെ പോവുക. ഒരാളെ പൈസ വാങ്ങി തിന്നരുത്. ഒരാളോട് നുണ പറയാതെ. എന്തിനപ്പം നുണ പറഞ്ഞിട്ട് എന്താണ്? മറ്റുള്ളവരോട് കുറേ നുണ പറഞ്ഞ് വലിയ കാര്യമുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന സമ്പത്ത് എനിക്കുണ്ടാവും, ഉണ്ടാക്കുന്ന സമ്പത്ത് ഓനിക്കുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ നമ്മളെ യൂട്യൂബിൽ വരുന്നതിന് മുന്നേ കിടന്ന് കിടക്കുന്ന പൊത്തും പൊളിഞ്ഞ തെങ്ങുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസിൻ്റെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആയില്ലെങ്കിൽ ഞാൻ അതും വിട്ടു. അപ്പോൾ അടുത്ത ഞാൻ യൂട്യൂബിൽ വന്നത് എൻ്റെ കുട്ടികളും എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും പറഞ്ഞ് മനോജ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. കാരണം മറ്റേ ഇങ്ങനെ 4-5 വീഡിയോ വിടുമ്പോൾ അത് ഫുള്ളായിട്ട് മൊബൈൽ ഹാങ് ആവുകയാണ്. യൂട്യൂബ് ആകുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് എടുത്ത് കണ്ടാലും ഞങ്ങളെ മൊബൈൽ ഹാങ് ആവില്ല. അങ്ങനെ അവരാണ് ഈ പഠിപ്പിച്ചു തന്നെ സബ്സ്ക്രൈബും ലൈക്കും ബട്ടൺ എന്താണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കൂടെ ഞാൻ ഇതുവരെക്കും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് 2-3 ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടമാനം വീഡിയോസായി അത് ഞങ്ങളോട് സത്യം പറയും. കാരണം മരിക്കാണ്ട് മുന്നേ ഞാൻ തെറ്റ് ചെയ്തൊരു 3 സംഭവമുണ്ട്. അതും കൂടി ഇതിൽ കൂടെ മരിക്കാണ്ട് മുന്നേ ഒന്ന് പറയണമായി. എന്നാലൊക്കെ ഒരു മനസ്സിന് സമാധാനം കിട്ടുള്ളൂ. ആ തെറ്റ് ചെറുപ്പത്തിൽ ചെയ്തതാണ്. വലിയൊരു 3 തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ആ വീഡിയോ ഞാൻ ഇന്നെ എപ്പോഴെങ്കിലും അതിൽ കൂടെ പറയാം. നീണ്ടു പോയി വീഡിയോ കണ്ടമാനം. അസ്സലാമു അലൈക്കും. പണി തുടങ്ങട്ടെ. നമ്മളെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് നമ്മളെ ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കുക. വാപ്പാക്കും ഉമ്മാക്കും അച്ഛനും അമ്മക്കും മാതാപിതാക്കൾക്കും ഉണ്ട്. അല്ലാതെ മറ്റുള്ളവൻ്റെ പണം കണ്ടിട്ട് വെറുതെ കിട്ടുന്ന ചൂണ്ടി കാണിച്ചു കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടി ചെയ്യാൻ നിൽക്കണ്ട. എന്നിട്ട് നിസ്കരിക്കാനും പോകണ്ട. പടച്ചവനക്ക് ഇഷ്ടപ്പെടില്ലേ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ചൂണ്ടിക്കാണിക്കുക. എന്നിട്ട് ഒരു പെൺകാര്യം വരച്ചാൽ ആ കുട്ടിനൊന്ന് കാണിച്ചു കൊടുത്തിട്ട് കല്യാണം കഴിപ്പിച്ചിട്ട് ഓൻ്റെ അടുത്ത് ആ പൈസ വാങ്ങിയിട്ട് എൻ്റെ ഭാര്യക്കും എൻ്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുക. അത് ചെയ്യരുതിട്ടായി. എന്നോട് പറയുകയാണ് മാനു എൻ്റെ ഒരു കുട്ടിക്ക് എൻ്റെ മോനിക്കൊരു കല്യാണക്കാര്യം വേണം മാനു എന്ന് പറഞ്ഞിട്ട് ഇന്നോ ഇഷ്ടപ്പെടുന്ന ഒരാൾ പറയുമ്പോൾ ഞാൻ നല്ലൊരു പെൺകുട്ടിനെ കാണിച്ചു കൊടുത്തിട്ട് അതിനെ 2 ജോഡി എത്തി കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ അവനോട് പറയണേ ഇത് അതിൻ്റെ ദല്ലാലിൻ്റെ പൈസ ആട്ടിക്കുക, ബ്രോക്കറിൻ്റെ പൈസ. അത് ചെയ്യരുത്. ആ കുട്ടിക്കും ആ ചെറുക്കനിക്കും നിങ്ങളൊരു കല്യാണക്കാരും ജീവിതം വരെ മരണം വരെ നല്ലൊരു കാര്യം ശരിയാക്കി കൊടുത്താൽ നിങ്ങൾ ഏറ്റവും വലിയ സ്വർഗത്തിൽ പോയി കിടക്കണം നിങ്ങളായിരിക്കും. ആദ്യം പൈസ വാങ്ങരുത്. 500 ഉറുപ്പ്യം കൂടി മേടിച്ചാൽ കഴിഞ്ഞതിൻ്റെ 1 ഉറുപ്പ്യ വാങ്ങാതെ നിങ്ങളൊരു കല്യാണക്കാരെ നടത്തി കൊടുത്തൊക്കെയാണ്. എന്നിട്ട് നിങ്ങൾ അള്ളാൻ്റെ അടുത്ത് കയറി ചെന്നൊക്കെയാണ്. ആ കുട്ടികൾ ഇവിടെ ഈ ബുനിയാൽ കുട്ടികൾ ആ കുട്ടിയുടെ അതിന് മക്കളുണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾ നല്ല അവർ 5 നിസ്കാരമോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണവനാണെങ്കിലും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആരെ കൊണ്ടാണോ ആ കല്യാണക്കാരെ നടത്തി കൊടുത്ത് ഓനായിരിക്കും ഓൻ്റെ ഭാര്യയും കുട്ടികളും ആദ്യം സ്വർഗത്തേക്ക് കിടക്കും. എത്ര ഈ ഭാഗത്ത് എടുത്തിട്ടില്ലെങ്കിലും നിസ്കരിച്ചിട്ടില്ലെങ്കിലും ഓനക്ക് അവിടെ ഉള്ള സ്വർഗം കൊടുക്കുക. നീ നിൻ്റെ കാര്യം കൊണ്ട് ഒരുപാട് ഒരു കുട്ടിക്ക് ചെറുക്കനക്ക് സ്വർഗം ഉണ്ടാക്കി കൊടുത്തത് നീയാന്ന് പറയും. ഈ തെങ്ങുമ്പ് കയറണം ഞാൻ ഇത് പറഞ്ഞു ലൈവായിരുന്നിട്ട് നമ്മളത് അങ്ങനെയൊന്നും പൈസ ഉണ്ടാക്കരുത്. ചോര നീട്ട് അധ്വാനിച്ചോളി. എന്നിട്ട് ആ പൈസ കൊണ്ട് റബ്ബിന് അള്ളാൻ്റെ മുന്നിൽ ചെല്ലി എന്നിട്ട് നിസ്കരിക്കുക. ഈ ഭാഗത്തെടുക്കുക, അമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക. സംശയമൊക്കെ ചൂടാവുമ്പോൾ ഞാനുള്ളത് പറയാനുള്ളത് പറഞ്ഞു.
എനിക്ക് തെങ്ങുമ്പോൾ കയറുമ്പോൾ എങ്ങനെയൊക്കെ പറയാൻ തോന്നി. അത് കയ്യും കാലും വേങ്ങിച്ചിട്ട്. അസ്സലാമു അലൈക്കും. അതുപോലെ ഒരു കാര്യം കൂടി പറയണ്ട, ഇത് കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മറ്റേ സംസുഖം കൂടി നിൽക്കട്ടെ. സംസുഖക്കാരൻ്റെ മുന്നിൽ സംസുഖ നിങ്ങളെ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല. കാരണം എന്താ പറയുക, നിസ്കരിക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, നോമ്പ് നോൽക്കണം, വേണ്ട എല്ലാം ചെയ്യണം. ഒക്കെ അതിൻ്റെ രീതി കൂടെ കണ്ടമാനം അങ്ങോട്ട് തുലാസിൽ തൂക്കം വരുത്തണ്ട. കാരണം ഒരു തുലാസിൽ തൂക്കം വരുത്തിയ മറ്റേ തുലാസിലും കൂടി അധികം വരുത്തിപ്പോയാല് വേറെ രീതിയിലാവും. അല്ല, ഞാൻ ഒരു കഥ പറയണം. നമ്മൾ ഈ തുലാസിന്റെ തൂക്കം ഉണ്ടല്ലോ, അത് 1 കിലോ ഇതിലും വെക്കുമ്പോൾ 1 കിലോന്റെ അച്ച് ഇതിലും വെക്കണം. അങ്ങനെ കറക്റ്റ് ആവണം. ഞാൻ വല്ലാതെ അങ്ങോട്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചാല് അവിടെ പടച്ചോൻ പറയണ ഇവിടെ അനക്ക് കയ്യിനും കാലിനും ആവത് തന്നിട്ടുണ്ട്. നീ ടൈമിന് അസറിന്റെ സമയം നിസ്കരിക്കുക, ലോറിന്റെ സമയം നിസ്കരിക്കുക, സുബയുടെ സമയം നിസ്കരിക്കുക. എന്നിട്ട് നീ നിന്റെ ജോലിയുടെ ഭാഗമായിട്ട് പോ. ചോര നീരായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് നിന്റെ ആ വിയർപ്പുണ്ടല്ലോ അതെടുക്കുക. എന്നിട്ട് നാമ തൊട്ട് വെക്കുക. അതിമത്ര ഉണ്ടാവും ഉപ്പിന്റെ പുളി, എരിയും പുളിയൊക്കെ ഉണ്ടാവും. അത് മറ്റുള്ളവനെ അവിടെ കോടീശ്വരനാ പണക്കാരാന്ന് കണ്ടിട്ട് ഓന്റെ പൈസ നക്കാനും പിടിക്കാനും നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാൻ സത്യം പറയാം, അത് ചെയ്യാൻ പാടില്ല. അള്ളാഹ് നമുക്ക് തന്നോ, അതുകൊണ്ട് പൊരുത്തപ്പെടില്ല. നിങ്ങൾ കൈയ്യട്ടി ജീവിച്ചോളി. കൈ നീട്ടി ജീവിക്കണോണ്ട് എന്തത്ര ഇടങ്ങറ്. ഞാൻ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഞാൻ എന്താ പറയുക, ഒരു ഭാഗമില്ല. അവസാനം എനിക്ക് ഇനി ഒരു മാർഗ്ഗമില്ല എന്ന് കണ്ടാൽ ഞാൻ പ്ലേറ്റ് ഇട്ട് നടക്കും. എന്നാലും മറ്റുള്ളവന്റെ മുതൽ കക്കാൻ പോവില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഈ പറയാൻ പോകണം എന്താ അറിയോ, സംസ്കൃതം പറയണേ, മാനിയോ എൻ്റെ മോനിക്കൊരു കല്യാണക്കാരെ ശരിയാക്കി കാട്ട്. ഞാൻ കഥ പറയണേ, എൻ്റെ മോനിക്കൊരു കല്യാണക്കാരെ ശരിയാക്കി കാട്ടണ മാനിയോ എന്ന് പറയുമ്പോൾ ഞാൻ നല്ലൊരു കുട്ടീനെ എൻ്റെ സംസുഖാൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അത് ഞാൻ ശരിയാക്കി കൊടുത്താൽ ഈ സംസുഖാൻ്റെ അടുത്ത് നിന്ന് ഞാനൊരു 500 അംശക്കാരാക്കി 5000 വെച്ചോ 10000 വെച്ചോ ഞാൻ അത് വാങ്ങാൻ പാടില്ല. കാരണം ഞാൻ ഒരു കഥ പറയുന്നത്, അത് വാങ്ങാനും കുഴപ്പമില്ല, വാങ്ങിയാലും കുഴപ്പമില്ല. പക്ഷെ വാങ്ങാതെ ഇരുന്നാല് ഏറ്റവും നല്ല റഹ്മത്താ. എന്താ അറിയോ, ഇത് പറഞ്ഞേക്ക് ബ്രോക്കർമാരെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ കാര്യം, ഞാൻ നിങ്ങളെ കാര്യം ഞാൻ പറയണേ. ബ്രോക്കർമാരെ അപ്പൊ നമ്മൾ കമ്മീഷൻ വാങ്ങാതെ ഒന്നും ചെയ്യാതെ ഞങ്ങൾക്ക് ഒരു കുട്ടിക്ക് ഒരു കല്യാണം കട നടത്തിയാൽ നിങ്ങൾ വല്ല ഇറച്ചും പൊറാട്ടയും വാങ്ങി തന്നാലും മാഷാള്ള അത് ഓക്കെ. എന്നിട്ട് നാളെ മരിച്ചു കഴിഞ്ഞാണ്ടല്ലോ, കാരണം നിങ്ങളെ മോൾക്കും നിങ്ങളെ ആ മരുവനക്കും ഞാനൊരു സ്വർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലേ. ഭൂമിയിലൊരു സ്വർഗം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ മക്കളൊക്കെ നല്ല രീതിയിൽ പോകുമ്പോഴേ ആ മരിച്ച ഞാൻ ഒരു ഉറുപ്പ വാങ്ങാതെ ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് കടന്നു ചെന്നാൽ ചിലപ്പോൾ എനിക്ക് അവിടെ പടച്ചോൻ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഹിന്ദുവായി മുസ്ലിമായി ഏത് മനുഷ്യനായിക്കോട്ടെ അവർക്കുള്ള വാതിലവിടെ തുറന്നു കൊടുക്കും. കാരണം നീ ചെയ്തത് ഒരു കുട്ടിയുടെ നല്ലൊരു ജീവിതമാണ് നീ ഉണ്ടാക്കി കൊടുത്ത്. അതിന്മേൽ കുറെ കായ് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, സംസ്കൃത പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ പറയുകയാണ് എനിക്കൊരു കട വേണം, മാനൊരു കട വേണം, എൻ്റെ കുട്ടികൾക്കും എനിക്കും കൂടി ജീവിച്ചു പോരാനാന്ന് പറയുമ്പോൾ ഞാനൊരു കട കാണിച്ചു കൊടുത്താൽ, അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ, അയാൾ അറിയാതെ ഒരു കമ്മീഷൻ വാങ്ങൽ, മറ്റൊന്നോട് പറയാം അതിനൊരു 10000 മേടിച്ചോ, ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ പള്ളിക്ക് പോയി നിസ്കരിച്ച് എൻ്റെ നിസ്കാരം സ്വീകരിക്കുമോ? തീർച്ചയായിട്ടും പറഞ്ഞു തരും. ഞാൻ മറ്റൊന്നോട് പറയണം 5000. എന്നിട്ട് ഒരാൾ വന്ന് ഇന്ന അന്വേഷിച്ചിട്ട് പറയണം ഇവിടെ ലോഡ്ജ് എടുത്തായിട്ട് താമസിക്കാണ്. ഞാൻ അയാൾ ഇന്ന ഇഷ്ടപ്പെട്ട ഒരു ഹൃദയമാണ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ പറ്റി മനസ്സിലാക്കണം. ആ മനുഷ്യൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. സംസുഖാന്റെ ഗൗറപ്പിൽ വരികയാണ്. അപ്പൊ സംസുഖ ആൾക്ക് വേണ്ടിയിട്ട് റൂമും കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അതിന്റെ ഓണറിനോട് പറയാണ് അതിനൊരു 1000 രൂപ അത് കൂട്ടി പറഞ്ഞ ആളെ. എന്നിട്ട് നമ്മൾ നല്ല മുസാഹിബും കട്ടാന്ന് പറഞ്ഞിട്ട് ഓരോ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. അത് വാങ്ങിയിട്ടൊക്കെ പടച്ചോന്റെ ഞാൻ പള്ളിക്ക് പോയി നിസ്കരിച്ചത് എന്താന്ന് കാര്യമുള്ളത്? ഞാൻ ചോദിക്കാണ്. ഞാൻ സംസുഖ എനിക്ക് റൂം ശരിയാക്കി തന്നാലും എന്റെ സന്തോഷത്തിന് സംസുഖ ഇത് ഞാൻ പൊരുത്തപ്പെട്ട് തരണാണ്. അപ്പൊ സംസുഖ പറയണേ വേണ്ടാന്ന് പറഞ്ഞിട്ട് സംസുഖ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ നിർബന്ധിച്ചാലും അത് വാങ്ങിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ആ മനുഷ്യന് ഒരു റുപ്യ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാതെ യഥാർത്ഥ സത്യത്തിന്റെ വഴിക്ക് കൂടെ സംസുഖ തന്ന് ഇത് വാങ്ങിച്ച് 500 രൂപ വെച്ചോ, ഇതിന്റെ സന്തോഷത്തിനാണ്. ഞാനിപ്പോൾ റൂം പോയി വാങ്ങുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്തായാലും 6000 രൂപ കൊടുക്കണം. ആ സ്ഥാനത്തേക്ക് ഒരു 3000 രൂപ 2500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് ശരിയാക്കി തന്ന് അത് അന്നെ കൊണ്ട് ഉണ്ടായതാ. ഇത് ചടവൊക്കെ ഒരു കട നമ്മളൊരാൾക്ക് എടുത്തു കൊടുത്താൽ ആ കടയുടെ മോള് ദല്ലാലിന്റെ പൈസ ഒന്നും വാങ്ങി തന്നരുത്. നിങ്ങൾക്ക് അറിയായിട്ടാണ് ഇതൊക്കെ ഞാൻ പള്ളികൾക്ക് പോയിട്ട് തന്നെ കാര്യം വെറുതെ ആൾക്കാരെ കാണിക്കാൻ കൊണ്ടുപോകുക ഞാൻ നല്ലൊരു മനുഷ്യനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കച്ചവടം അതൊക്കെ വെറുതെ ഉണ്ടാക്കുന്ന പൈസയാണ്. ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക പറമ്പുണ്ട്, പറമ്പ് കച്ചവടക്കാരെ ഉണ്ടാക്കുന്ന പൈസയാണ്. ആ ചൂണ്ടിക്കാണിച്ചിട്ട് എങ്ങനെയാണ് അള്ളാൻ്റെ അടുത്തേക്ക് പോയാൽ സ്വർഗം കിട്ടുക? നിങ്ങളൊരു പണി എടുക്കാതെ ഈ ഒരു പറമ്പ് ചൂണ്ടി കാണിച്ചു കൊടുത്തിട്ട് ആ പറമ്പിൻ്റെ മുകളിൽ പിടിവാശി പിടിച്ചിട്ടുണ്ട് ബലം പറ്റി പിടിക്കുക. മനുഷ്യന്മാരെങ്ങനെ ചെയ്യല്ലേ? അയാൾ വല്ലതും തന്ന മേടിച്ചോളേ. അയാളും ചോറല്ലേ തിന്നണേ. ഞാനൊരു പറമ്പ് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാം അയാൾക്ക് ഇത്രയെങ്കിലും കൊടുക്കേണ്ടതാണ്. അയാളെ കൊണ്ടാണ് എനിക്ക് ഇത്രയും പൈസ കിട്ടിയത് ഇല്ലേ? ഞാൻ 50,000 രൂപ മുതൽ അയാൾക്ക് ഒരു 75,000 രൂപ ഉണ്ടാക്കി തന്ന്. ഞാൻ വിചാരിച്ച എത്ര 50,000 രൂപ അയാൾ ഉണ്ടാക്കി തന്നതോ 70,000 രൂപ. ഞാൻ കൊടുക്കണം സന്തോഷം കൊണ്ട്. ഇതിൻ്റെ അവിടെ പൊരുത്തപ്പെട്ടെന്ന് ചോദിക്കണം അയാൾ. ആര് ചോദിക്കണം? ഈ മേടിക്കണം ഞാൻ ചോദിക്കണം. എന്ന് നിങ്ങൾക്ക് പൊരുത്തല്ലേ? ഇല്ലെങ്കിൽ എനിക്ക് ഈ പൈസ വേണ്ട. ഞങ്ങൾ സംശയം പറഞ്ഞാൽ മാനിയെ ഞാൻ പൊരുത്തപ്പെട്ടിട്ട് അവിടെ തന്നിങ്ങനെ
ഇങ്ങോട്ട് ഇതൊക്കെ കാണുന്ന റബ്ബ് ഇങ്ങനെ കണ്ണു തുറക്കും. ദുആ ഇങ്ങനെ റബ്ബിനോട് ഇങ്ങനെ ദുആ ചെയ്താൽ കാണി പടച്ചോ നിങ്ങൾ ഏത് സമയത്തും ദുആക്ക് അള്ളാഹു കബൂലാക്കും. ഈ ദുആക്ക് ഉത്തരം കിട്ടാത്ത എന്താരോ ഇതിൻ്റെ ഉള്ളിൽ ശരിയല്ല. ചെറ്റത്രം ചെയ്ത് കൂട്ടിയിട്ട് ഉസ്താദിനോട് പറയാം, ഉസ്താദെ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം, ഞാൻ വളരെ പ്രയാസത്തിലാണ് ഉസ്താദെ, കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, കുട്ടിനെ കെട്ടിക്കാൻ വയ്യ, മാരകമായ രോഗത്തിൻ്റെ അടിമയായി കിടക്കുകയാണ് ഉസ്താദെ, നിങ്ങളൊന്ന് ദുആ ചെയ്യുക ഉസ്താദെ എന്ന് പറഞ്ഞ് ആ ഉസ്താദ് ഹൃദയം പൊട്ടിയും കൊണ്ട് കരഞ്ഞും കൊണ്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യും. പക്ഷെ നിന്റെ മനസ്സ് ശരിയല്ല, ഉസ്താദിന് അറിയില്ല, നീ ചെറ്റത്രം ചെയ്തു കൂട്ടുന്നവനാണ്. ഇതിനാ ഉസ്താദ് പറയാണ്, ഉസ്താദിന് ആ ഉസ്താദിൻ്റെ അടുത്ത് പോകണ്ട, ആ ഉസ്താദ് ദുആ ചെയ്താൽ കബൂല. സ്വാമിമാരുടെ അടുത്ത് പോകണ്ട. സ്വാമിമാരും ഉസ്താദ്മാരും പള്ളിയിലച്ഛനെന്ന് പറഞ്ഞാൽ എന്തല്ലോ ഹൃദയം നന്നാക്കി വെച്ച ആൾക്കാരാ. നിങ്ങൾ വേണ്ടാത്ത കമൻറ്റ് ആൾക്കാരുടെ എഴുതുമ്പോണ്ടല്ലോ അയാൾ തിരിച്ചൊന്നും എതിരില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ഇങ്ങനെ ഓരോരുത്തർക്കാണ്ട് എഴുതുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ നിങ്ങൾക്ക് പോയിട്ട് പള്ളിക്ക് പോയിട്ട് സ്വർഗത്തിലോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് സ്വർഗത്തിൽ എടുക്കുന്നു. ഒരൊറ്റൊന്നും സ്വർഗത്തിൽ പോകില്ല. കാരണം നല്ല നല്ല മനുഷ്യന്മാർ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വരുമ്പോൾ അതിനൊക്കെ വേണ്ടാത്ത കമൻറ്റ് ചെയ്താൽ നിൽക്കണ്ടട്ടാ. ഞാൻ ഈ തെങ്ങുമ്പോൾ കേട്ട് കോണം കെട്ടിയിട്ട് ഞാൻ ഈ പറയും, എൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും വേണ്ടാത്ത കമൻറ്റാണ് എഴുതിയൊക്കെയാണ് അവിടെ ഇട്ടിട്ട് പടച്ചോൻ താത്തുങ്ങളെ അവിടെ മുറിക്കാണ്ട് കെട്ടുങ്ങളെ ഉറപ്പാണ്. എന്നിട്ട് അപ്പം ഇന്നെ ആലോചിക്കണം, ഈ പഹൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയ കാരണമാണ് ഞാൻ നേരെ ഇപ്പം അതാ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഉറപ്പാണ്. ഞാൻ ഈ കാരണം അത്രയും ചോര നീരായിട്ട് ഞാൻ പണ്ടാറ മക്കളെ രാത്രി പിടിച്ചിട്ട് തെങ്ങുമ്പോൾ കയറുമ്പോഴേ ഞാൻ അത്യാവശ്യം കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പണത്തിൻ്റെ പിന്നാലെ പരുത്ത് പറക്കണ പോലെ ഞാൻ പറക്കാൻ നിൽക്കുന്നില്ല. എടുത്ത് തൂർക്കല്ല പോണ പടി പോട്ടാണ് അധ്വാനിക്കാ ദിവസം. എന്താ അംസുക എനിക്ക് എന്തിൻ്റെ കുറവാണ് നിങ്ങൾ പറയും. എനിക്ക് നിങ്ങളിന്റെ പെര വന്നതല്ലേ, എന്റെ വാപ്പാടെ മുതൽ കണ്ടില്ലേ, ഞാനായിട്ട് ഒരു ഏക്കർ സ്ഥലം മേടിച്ചത് വേറെയും കൂടി അതൊന്നും അതിന്റെ പുറമെ ഞാൻ പുറത്ത് സ്ഥലം മേടിച്ചത്. എനിക്കൊന്നിനും കുറവില്ല. പക്ഷെ ഞാൻ ആ പണം കണ്ടിട്ട് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളല്ല. ദിവസം അധ്വാനിക്കുക, എന്നിട്ട് കയ്യും കാലും മുറിഞ്ഞ അവർ പ്ലേറ്റ് അടിക്കാൻ നടക്കും. അത് മറവഞ്ചേരി ഞാൻ നടക്കൂല. കാരണം എൻ്റെ മക്കളിനോട് പറയാണ്, ഇപ്പം നിങ്ങൾ ചെയ്യരുത് നാണക്കേടാന്ന് വെച്ചാൽ ഞാൻ കുട്ടികളോട് പറയും, വെക്കടി ഇവിടെ പൈസ എന്ന് പറയും. പാപ്പാക്കും ഉമ്മക്കും മരിക്കണം ജീവിക്കാനുള്ള പൈസയോടെ ഒക്കെ പറ്റോടി നോക്കണം, നിങ്ങൾക്ക് പറ്റില്ല ഓടിയാണ്ട് കടന്നു ഓടിയെന്ന് അറിയും. ഏത് വാപ്പാലും ഏത് മോനാലും ശരി. എൻ്റെ മോനുള്ള ഒന്ന് ഞാൻ പറഞ്ഞ നല്ലപോലെ നിന്ന് അല്ലെങ്കിൽ വെട്ട് ഞാൻ പിടിച്ചിട്ട് നിന്നിട്ടുണ്ട്. എൻ്റെ മക്കൾക്കൊക്കെ എന്നെ പേടിയാ. സ്നേഹിച്ചാൽ മക്കൾക്ക് വാരി കോരി കൊടുക്കും ഞാൻ, വണ്ടിയും കാര്യങ്ങളൊക്കെ ഏത് പെൺകുട്ടിയോടും മക്കളോടും. ചേറ്റത്രം ചെയ്താണ്ടല്ലോ ഞാൻ എൻ്റെ മക്കൾക്കറിയാം. ഞാനൊരു വടിൻ്റെ എടുത്ത ഉസ്താദിൻ്റെ ഒരു വടി എടുത്തിട്ട് പൊട്ടോളം എന്നെ പിടിച്ചടിച്ചതാ. പേര് പാവല്ലയില്. ആ ഉസ്താദ് ഒരു വടി എടുത്തിട്ട് പുലിയുടെ വടി എടുത്ത് പൊട്ടോളം അടിച്ച് തെറ്റ് ചെയ്യാത്തതിന്. ഇപ്പം എൻ്റെ കുട്ടികളോട് തെറ്റ് ചെയ്താണ്ടല്ലോ ഞാനൊരു വടിൻ്റെ എടുത്താൽ കുട്ടികൾക്കറിയാം അത് പൊട്ടോളം വാപ്പ അടിക്കുന്നു. ചെയ്യുന്ന ആളെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ എല്ലാ മക്കളെയും. മക്കൾക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞു ₹1 റോട്ടുമ്പോൾ കിടന്നാൽ അതിൻ്റെ ആ ആളാരച്ച കൊടുക്കാൻ. എന്നിട്ട് എന്നോട് പറയും ഇപ്പം അങ്ങക്ക് ₹100 തരാന്ന്. ഇപ്പൊ പ്രസംഗിച്ചപ്പോ ശരി നല്ല വാക്കിലൊന്നും ഞാൻ ഉള്ള സംഭവം പറഞ്ഞതാ. മാഷാഅല്ലാ നിങ്ങളുടെ എന്റെ കൊടുത്താച്ചിങ്ങനെ സംസുഖ നാട്ടിൽ നിന്ന് വരുമ്പോ പഴം കൊടുത്തിങ്ങനെ മിച്ചർ കൊടുത്തിങ്ങനെ അലുവ കൊടുത്തിങ്ങനെ കട്ടൻ ചായ സുബ്ഹാനല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ് തരട്ടെ, നിങ്ങൾക്ക് ദീർഘായുസ് തരട്ടെ കുട്ടികൾക്കൊക്കെ പാടാൻ. ഈ ആദ്യം പണിയെടുക്കുന്നവർക്ക് നിങ്ങൾ ഇങ്ങനെ കുറച്ച് സാധനം കൊടുക്കുന്നുണ്ടല്ലോ, അള്ളാഹ് നിങ്ങൾക്ക് റഹ്മത്ത് തരും കേട്ടാ. എൻ്റെ ദുആണ്. രാവിലെ കാറ്റേ മരുഭൂം തണുപ്പിച്ച. ഈ ദുനിയാവിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ധാരാളം നിസ്കരിക്കുന്നവരുടെ വീടല്ല, നോമ്പ് നോൽക്കുന്നവരുടെ വീടുമല്ല, ഒരുപാട് ഖുർആൻ ഓതുന്നവരുടെ വീടോ സ്വതക്ക നൽകുന്നവരുടെ വീടോ അല്ല. പിന്നെ ഏതാണ് ആ വീട്? നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന വീടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്. ഇബാദത്തുകൾ പോലെ തന്നെ കുടുംബ ബന്ധത്തിനും ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നു. നമ്മുടെയെല്ലാം വീടുകളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇടങ്ങളാക്കി മാറ്റാൻ റബ്ബ് അനുഗ്രഹിക്കട്ടെ. മരിച്ചു കഴിഞ്ഞാൽ ഞാനും ഇങ്ങോട്ടൊക്കെ സ്വർഗത്ത് പോകും നമുക്ക് വല്ല ഉറപ്പുണ്ടോ? എന്നാൽ സ്വർഗത്തിലെ കുറച്ച് മാലാഖ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചുതരാം. ഈ മുഖങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വെച്ചോളി. ഇത് അഥവാ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഈ മക്കൾ. അവർക്ക് വേണ്ടി ദ്വാരക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പല കണ്ണീര് കണ്ടിട്ട് ഒരു തുള്ളി കണ്ണീര് നിങ്ങളെ കണ്ണെന്ന് ഒലിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? എപ്പോഴേലും ഉള്ളുരുകിയിട്ട് ഓർക്ക് വേണ്ടി ഒന്ന് പടച്ചോനേന്ന് വിളിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്നാൽ ഈ മക്കൾ ഇങ്ങനെ കാത്തോടെ ഉണ്ടാവും, സ്വർഗത്തിലുണ്ടാവും. നമ്മുടെ ഓരോ വാക്കും
നമുക്ക് സ്വർഗം കൂടി വാഗ്ദാനം ചെയ്യുന്നതാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഇത് നമ്മുടെ ഫൈസൽക്കാണ്. ഫൈസൽക്ക, നമ്മളെ സ്ഥലം ഞാൻ സ്ഥലം പരപ്പനങ്ങാടിക്കാരനാണ്. അതുപോലെ നമ്മുടെ ഫൈസൽഖാനെ ഇപ്പൊ ഞാൻ കണ്ടുമുട്ടുന്നത് നമ്മുടെ മിറാക്കിൾ ഷട്ടർ ഹോമിലാണ്. ഫൈസൽഖാന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും എന്താണ് ഫൈസൽഖാൻ നിങ്ങളോട് നേരിട്ട് പറഞ്ഞത്? ഞാൻ 21 കൊല്ലം സൗദി അറേബ്യയിൽ സെക്രട്ടറി ജോലി ചെയ്ത മുതലാളിന്റെ പാസ്പോർട്ട് വരെ എന്റെ കയ്യില്. മുതലാളിന്റെ പാസ്പോർട്ട് എന്റെ തന്നെ വാങ്ങിക്കും. എന്നിട്ടിപ്പോ നാട്ടിലേക്ക് തിരിച്ചു നാട്ടിലേക്ക് വന്ന് സ്റ്റോക്ക് വന്നിട്ട് നാട്ടിലേക്ക് വന്നു. സ്റ്റോക്ക് വന്ന് എണീക്കാൻ കഴിയാതെ തിരിച്ചു വന്നു. അപ്പൊ കുടുംബം അവളെന്നെ ഇട്ട് ഒഴിവാക്കി പോയി. സ്വന്തം ഭാര്യ ഒഴിവാക്കിയിട്ട് പോയി. മക്കള് അന്ന് ചെറു പ്രായമാണ്. മക്കള് ചെറുമക്കളാണ്, ചെറിയ കുട്ടികളാണ് അല്ലേ? ചെറുതല്ല, ആ പ്രായമാണ്. ഈ 21 കൊല്ലത്തെ പ്രയാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എല്ലാ സംഗതിയും ഞാൻ എന്റെ കുടുംബത്തിനോട് ചെലവു. ഈ 21 കൊല്ലം നിങ്ങൾ ജോലി ചെയ്തിട്ട് മുഴുവൻ പൈസയും പ്രവാസിയായി നിന്ന സമയത്ത് നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു ഒന്നും നിങ്ങൾക്കായിട്ട് ബാക്കി വെച്ചില്ല. വല്ലാതെ പ്രവാസികളെ ഇത് എല്ലാവർക്കും ഉള്ള ഒരു പാടാണ് കേട്ടോ ഫൈസൽഖാന്റെ ജീവിതം. എന്നിട്ട് ഞാൻ അത് അവൾക്ക് അയച്ചു കൊടുത്തു. അവരെ നാട്ടിൽ വന്നപ്പോ അവൾക്ക് എന്നെ സ്വീകരിക്കണില്ല. എന്തുകൊണ്ട് അസുഖം എന്ന് പറഞ്ഞ് ആർക്കും വരാം. ഞാൻ അവളോട് പറഞ്ഞ കാര്യം അവൾ ചന്തയായി തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പേടിപ്പിക്കില്ലേ എന്ന്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി പഠിപ്പിച്ചു കൊടുത്തു. ഓക്കൊരു ജോലി വാങ്ങി കൊടുത്തു. ഓളെ ടീച്ചറാക്കി. എല്ലാം കിട്ടിയപ്പോ ഓൾക്ക് മതിയായി നോക്ക് തോന്നില്ല. അത് തോന്നൽ തന്നെ ഓളെ വാപ്പയാണ് അതിന് മെയിൻ ആള്. ആദ്യം തരാണ്ട് തൽപ്പത്താണ് തരാണ്ട്. എന്തൊക്കെ ഓരോട് പറയാനുള്ളത്? എന്നിട്ട് എത്രയും പെട്ടെന്ന് ഓല് തിരിച്ചു വന്നു. അപ്പൊ നിങ്ങളെ ഭാര്യനെ പറ്റി അറിയണമല്ലോ. ഭാര്യന്റെ കുടുംബക്കാരും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഭാര്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇവിടെ ഫൈസൽഖാന്റെ പഴയ ജീവിതത്തിലേക്ക് ഫൈസൽഖാനെ തിരിച്ചു കൊണ്ടുവരണം. ഫൈസൽ കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ ഏകദേശമൊക്കെ ആരോഗ്യമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ഫൈസൽഖാനെ നിങ്ങളെ ഹസ്ബൻഡായിട്ട് ആ സ്ഥാനത്ത് കണ്ടിട്ട് മരണം വരെ നിങ്ങൾക്ക് സ്വീകരിക്കണം. ഞാൻ ആ താത്തനെ അറിയില്ല എങ്കിലും ആ താത്തനോട് റിക്വസ്റ്റ് പറയാണ്. ഇവിടെ ഇപ്പൊ എല്ലാ സൗകര്യങ്ങളുമായി എല്ലാം ആയപ്പോ ഓക്ക് മതിയായി നോക്കുന്നു. ഞാൻ ഓളോട് പറഞ്ഞു കല്യാണം ഞാൻ എനിക്ക് എന്താ വേണ്ടത് ചോദിച്ചു. എനിക്കിന്റെ കാര്യം വേണം. ഞാൻ പറഞ്ഞു തലാക്ക് ഒന്നെടുത്ത് ആ ഞാൻ പറഞ്ഞു എനിക്ക് 2-3 ഒക്കെ തരാം. എപ്പം എന്റെ മോളെ കല്യാണം കഴിഞ്ഞ് 1 മണിക്കൂർ കൊണ്ട് തരാനാണ്. മോളെ കല്യാണം കഴിഞ്ഞവരെ ആ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയണേ ആ തലാക്ക് ചെല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യനെയും കുട്ടികളെയും തിരിച്ചെടുക്കാൻ നിങ്ങൾ ഞാൻ തയ്യാറാണ്. ആ നിങ്ങളെ ഭാര്യനോട് മക്കളോടൊപ്പം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇന്റെ അടുത്ത് വന്ന തെറ്റ് തന്നെ ആ തെറ്റ് മാത്രം. അതിന് ഞാൻ എവിടെ വേണമെങ്കിൽ ക്ഷമ ചോദിക്കേണ്ടതാണ്. തയ്യാറാണ്. നിങ്ങൾക്ക് പേര് സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അതാരെ പേരില്ല? എന്റെ പേരില് ഓളെ പേരിലും കൂടെ ആക്കി. രണ്ടാളെ പേരിലും കൂടെ ആക്കിക്കാണല്ലേ. ഇൻഷാ അല്ലാ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വൈഫിന്റെയും കുടുംബക്കാരെയൊക്കെ മനസ്സ് മാറിയിട്ട് നിങ്ങളെ തിരിച്ചെടുക്കും എന്നുള്ളൊരു പ്രാർത്ഥന നമുക്കൊക്കെ പ്രാർത്ഥന ഇൻഷാ അല്ലാ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം പഠിച്ചോൻ തരട്ടെ. അപ്പൊ നമ്മളെ ഫൈസൽക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഫൈസൽഖാന്റെ ഭാര്യനെയും മക്കളെയും നമുക്ക് തിരിച്ചു വാങ്ങി കൊടുക്കണം അല്ലെ ഫൈസൽഖാൻ? ഇൻഷാ അല്ലാ പഠിച്ചവൻ കൂടെ ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ഭാര്യന്റെ കുടുംബക്കാർ എന്തായാലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എനിക്ക് ഒരുപാട് സഹോദരിമാരോട് പറയാനുള്ളത്, എല്ലാരോടും ഇല്ല ചിലരോട് പറയാനുള്ളത്, പ്രവാസികൾ ഒരു കറവപ്പശുവായിട്ട് നിങ്ങൾ കാണരുത്. ജീവിതത്തിൽ നല്ല ഭാഗങ്ങൾക്കും വേണ്ടിയിട്ട് അധ്വാനിച്ച് എല്ലാം അവസാനം രോഗിയായിട്ട് വരുമ്പോൾ നിങ്ങൾ പുറംകാലം കൊണ്ട് ചവിട്ടി താത്തേക്ക് അവർക്ക് എന്തൊരു പ്രതീക്ഷ നിങ്ങളാണുള്ളത്. കടം അത്യാവശ്യത്തിനേ വാങ്ങാവൂ. വളരെ അനിവാര്യ സാഹചര്യത്തിലല്ലാതെ എന്ത് വാങ്ങരുത്? കടം വാങ്ങരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് നിസ്കാരത്തിലും പുറത്തുമൊക്കെ അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് കാന യദ്ഉ ഫിസ്സലാ, നിസ്കാരത്തിൽ തന്നെ അവിടുന്ന് ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. ആ ദുആ നമ്മളൊക്കെ ദുആ ചെയ്യണം നമ്മൾ നിസ്കാരത്തിൽ. അല്ലാഹുവേ
ഇന്നീ അഊദുബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിനൽ മഅ്സമി, കുറ്റകരമായ സംഗതികളിൽ നിന്ന്, എന്റെ ജീവിതത്തിൽ ഹറാമുകൾ വരാതെ കുറ്റങ്ങൾ വന്നു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു, വൽ മഗ്റമി, കടക്കെണിയിൽ നിന്നും കടബാധ്യതയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അപ്പോൾ ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മാ അക്സറ മാ തസ്തഈദു മിനൽ മഗ്റമി, കടക്കണിയിൽ നിന്ന് നബിയെ നിങ്ങൾ പല ദുആകളിലായിട്ട് ഇങ്ങനെ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ, എന്തേ ഈ കടക്കണിയുടെ കാര്യം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അല്ലാഹുവിനോട് കാവൽ തേടുന്നത്? ഒരു സഹാബിയുടെ ചോദ്യമാണ് റസൂലുള്ളാഹിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതിന് കാരണമുണ്ട്, അത്രത്തോളം ഗുരുതരമാണ് കടം വാങ്ങൽ. എന്തേ പ്രശ്നം? ഇന്നർ റജുല, ഒരു മനുഷ്യൻ, ഇദാ ഗരിമ, അയാൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ, ഹദ്ദസ, അവൻ സംസാരിച്ചാൽ, ഫകദബ, കളവ് പറയേണ്ടി വരും. കടം വാങ്ങിയോ പിന്നെ പലപ്പോഴും എന്ത് പറയേണ്ടി വരും? നോണ പറയേണ്ടി വരും. നോണ പറയേണ്ടി വരും. എന്താ നിങ്ങൾ പൈസ തരാത്തത്? എൻ്റെ അടുത്തിൽ ലൈറ്റാണേ, അല്ലെ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വിചാരിച്ചോളൂ നിങ്ങളെ തരണമെന്ന് വിചാരിച്ചിരുന്നു. ആ ഒരു കടത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടാൻ വേണ്ടി കുറേ നോണ അയാൾ പറയേണ്ടി വരും. കുറേ നോണ പറയേണ്ടി വരും. അയാൾക്ക് തന്നെ മനസ്സാക്ഷി കുത്തുണ്ടാവും, ഞാൻ ഈ പറയണമൊക്കെ നോണയും. അയാൾ വാഗ്ദത്തം ചെയ്യും, കുറേ വാഗ്ദത്തങ്ങൾ അയാൾ പറയും. 1-ാം തീയതി തരാ, 5-ാം തീയതി തരാ, 15-ന് തരാ, 25-ന് ഉറപ്പായിട്ടും തരാ, 30-ാം തീയതി എന്തായാലും തരും, ഞാനിവിടെ ഭൂമിയിലുണ്ടെങ്കിൽ അടുത്ത 5-ാം തീയതി എന്തായാലും തന്നിരിക്കും. എത്ര കരാറായി? ഇപ്പോൾ 5 അവൻ കരാർ ചെയ്യും, അവൻ ലംഘിക്കും ചെയ്യും. അവന് പറ്റണില്ല, അല്ലെങ്കിൽ അവൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത രൂപത്തിലുള്ള ഹറാമാണെന്ന്. ഈ വിധത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും കടം വാങ്ങാൻ നിർബന്ധിത സാഹചര്യമുണ്ടെങ്കിൽ അല്ലാതെ കടം വാങ്ങരുത്. അത്യാവശ്യത്തിനാണ് വാങ്ങാൻ പറഞ്ഞത്, അത്യാവശ്യത്തിന് മാത്രമാണ് വാങ്ങാൻ പറഞ്ഞത്.